ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കും തിരക്കും, 18 മരണം, അനവധി പേർക്ക് പരിക്ക്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അപകടം, 4 കുഞ്ഞുങ്ങളും 11 സ്ത്രീകളടക്കം 18 പേർ മരിച്ചു. പരിക്കേറ്റ 50 പേരെ LNGP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കും തിരക്കും പെട്ടാണ് അപകടത്തിൽ 18 പേർ മരിക്കാനിടയായത്. 14-15 പ്ലാറ്റ്ഫോമുകളിൽ ആയിരുന്നു സംഭവം. അനിയന്ത്രിതമായ തിരക്ക്. പ്രയാഗ്രാജ് എക്സ്പ്രസ് പോകാനായി ആയിരങ്ങളാണ് ഇന്നലെ രാത്രി സ്റ്റേഷനിലെത്തിയത്. പ്ലാറ്റ്ഫോം 14 നിന്നായിരുന്നു വണ്ടി പുറപ്പെടേണ്ടിയിരുന്നത്. 12-13 പ്ലാറ്റ്ഫോമിലേക്ക് എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, ഭുവനേശ്വർ, രാജധാനി എന്നീ ട്രെയിനുകൾ വൈകിയതോടെ ഈ പ്ലാറ്റ്ഫോമുകളിലും വലിയ തിക്കും തിരക്കും ഉണ്ടായി. തുടർന്നാണ് തിക്കും തിരക്കും കൂടുതലാവുകയും ദുരന്തമുണ്ടാകാൻ സാഹചര്യമൊരുക്കിയതുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവും അറിയിച്ചു. റാഗിംഗ് പ്രതികളായ 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയും നഴ്സിംഗ് കൗൺസിൽ. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് പ്രതികളായ 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചു. കോളേജ് അധികൃതരുടെയും സർക്കാരിൻ്റെയും തീരുമാനം പിന്നീട് അറിയിക്കും. ബർത്ത്ഡേ ആഘോഷത്തിന് പണം നൽകാത്തതിൻ്റെ പേരിലായിരുന്നു ക്രൂരതയെന്ന് പ്രതികളുടെ മൊഴി. മദ്യം വാങ്ങാൻ പണം ചോദിച്ചിട്ട് നൽകാത്തതും പ്രതികളെ പ്രകോപിതരാക്കി. ഇതിനുള്ള പ്രതികാരം തീർക്കാനാണ് വിദ്യാർത്ഥിയെ കട്ടിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ചതെന്നുമാണ് പ്രതികൾ പറഞ്ഞത്. എല്ലാ അതിക്രമങ്ങൾക്കും പിന്നിൽ മദ്യം തന്നെയാണെന്നും രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. വയനാട് കേന്ദ്ര വായ്പ സമയപരിധിയിൽ ഇളവ് തേടും. വയനാട് പുനരധിവാസത്തിനായി കേന്ദ്രം അനുവദിച്ച വായ്പാ തുക അതിനുള്ള സമയപരിധിയിൽ ഇളവ് തേടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സർക്കാർ ആലോചന. മൂലധന നിക്ഷേപ വായ്പ ക്രാബോക്സ് ഇനത്തിൽ ലഭിച്ച 529.50 കോടി 2025 മാർച്ച് 31 മുൻപ് ചെലവാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. തുക 1.5 മാസത്തിനുള്ളിൽ ചെലവാക്കാൻ കഴിയില്ല. ആയതിനാലാണ് സമയപരിധിയിൽ ഇളവ് ആവശ്യപ്പെട്ട് സർക്കാർ കേന്ദ്രത്തെ സമീപിക്കുന്നത്. വന്യമൃഗശല്യം ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. നാൾക്ക് നാൾ മരണം വർദ്ധിക്കുന്നു. ശാശ്വത പരിഹാരമില്ല. കാട് മൃഗങ്ങൾക്കും നാട് ജനങ്ങൾക്കും എന്ന മുദ്രാവാക്യം മുഴക്കുമ്പോഴും നേരെ മറിച്ചാണ് സംഭവങ്ങൾ നടക്കുന്നത്. ജനങ്ങൾ കാട്ടിൽ മരം മുറിച്ചും കഞ്ചാവ് നട്ടും മൃഗങ്ങളെ വേട്ടയാടിയും കഴിയുന്നു. അതേസമയം മൃഗങ്ങൾ നാട്ടിലും ടൗണുകളിലും വിഹരിക്കുന്നു. വയനാട്ടിൽ ഹർത്താലും ജനരോഷവും അണപൊട്ടി വനം വകുപ്പ് അധികൃതർക്കെതിരെയും സർക്കാരിനെതിരെയും ജനങ്ങൾ തിരിയുന്ന ദുരവസ്ഥ. ഇന്ന് ഇവിടെയെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്താണ് ഇടതടവില്ലാതെ വന്യമൃഗശല്യവും ആക്രമണ മരണങ്ങളും ദിവസത്തിന് ദിവസം പെരുകുന്നുവെന്നാണ് അറിയുന്നത്. അനേക വർഷങ്ങളായി ജനങ്ങൾ ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വരുമ്പോഴും സർക്കാർ ഭാഗത്തു നിന്ന് ഒരു ശാശ്വത പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നതാണ് ജനങ്ങൾ കാലാകാലമായി പറഞ്ഞു വരുന്നത്. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ ഇത്രയും ദുരവസ്ഥ ഉണ്ടാകുന്നില്ലെന്നും അവിടെ ശാശ്വതമായ പല പരിഹാരങ്ങളും നടപ്പിലാക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് ജില്ലയിൽ ജലദൗർലഭ്യം രൂക്ഷമാവുന്നു. പതിറ്റാണ്ടുകളായി വരൾച്ച ബാധിത പ്രദേശങ്ങളായി അംഗീകരിക്കപ്പെടുന്നതും കേരളത്തിൽ ഏറ്റവും മഴ കുറവായി ലഭിക്കുന്നതുമായതും മഴ നിഴൽ പ്രദേശം
എന്നറിയപ്പെടുന്നതുമായ പാലക്കാട് ചുരത്തിനകത്തുള്ള വടകരപതി, എരുത്തേൻപതി, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തുകൾ വിശ്വാസവഞ്ചനകൾക്കും അവഗണനകൾക്കും വിധേയമാക്കപ്പെട്ട പ്രദേശമാണ്. ഭരണകർത്താക്കളുടെയും അധികാരവർഗത്തിൻ്റെയും നയവൈകല്യങ്ങൾ, സ്വജനപക്ഷപാതങ്ങൾ എന്നിവ മൂലം തീരാ ശാപത്തിലകപ്പെട്ടിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ തമിഴ്നാട്ടിലെ ആനമല നിരകളിൽ മഴ പെയ്തിറങ്ങുന്ന വെള്ളം അവിടുത്തെ കുളങ്ങളും ഏരികളും നിറഞ്ഞ് ചിറ്റൂർ പുഴ, കോരയാർ, വരട്ടയാർ വഴി ചിറ്റൂർ താലൂക്കിൻ്റെ കിഴക്കൻ മേഖലകളും സമ്പൽ സമൃദ്ധമായിരുന്നു. ജലസേചന വകുപ്പിൻ്റെ വാട്ടർ റിസോഴ്സ് ഓഫ് കേരള 1974 ചാപ്റ്റർ 2 എന്നീ പുസ്തകങ്ങളിൽ ഇതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 300 ഏക്കറുള്ള കോതവാടികളും 100 ഏക്കറുള്ള വലശുകുളം, 60 ഏക്കറുള്ള മുണ്ടൻ പുളിയമ്മൻ കുളം തുടങ്ങി 100 കണക്കിന് കുളങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് ആനമല നിരകളിലെ വെള്ളം കൊഴിഞ്ഞാമ്പാറ ഫർക്കയിൽ എത്തിയിരുന്നു. വേനൽക്കാലത്ത് പോലും ഉറവ് വെള്ളം ഇവിടങ്ങളിൽ ലഭിച്ചിരുന്നു. ആനമലയിൽ നിന്നും എത്തുന്ന വെള്ളം ചിറ്റൂർ പുഴ, ഗായത്രി പുഴയിലും ലഭിച്ചതായും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ചിറ്റൂർ പുഴയിലെ മൂലത്തറ, കിട്ടുപിള്ള, തേമ്പാറമടക്ക്, നറണി, ആലാങ്കടവ് അണകളും 1970 മുൻപ് തന്നെ ഉള്ളതുമാണ്. പണ്ട് മുതൽ തന്നെ മഴനിഴൽ പ്രദേശമായ കൊഴിഞ്ഞാമ്പാറ ഫർക്കയെ സംരക്ഷിച്ചു വന്നത് വേനൽക്കാലത്ത് ലഭിച്ച അണകളിലെ വെള്ളമായിരുന്നു. കുരിയാർകുറ്റി കാരപ്പാറ പദ്ധതി 1969 ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച ഈ പദ്ധതി ചിറ്റൂർ പുഴ പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് വിഭാവനം ചെയ്തത്. അന്നത്തെ പ്ലാൻ അനുസരിച്ച് PAP കരാറിൽ പ്രതിപാദിച്ച ഹൈ ലെവൽ കനാലിൽ കൂടി കുരിയാർകുറ്റി കാരപ്പാറ നിരകളിലെ വെള്ളം കൊഴിഞ്ഞാമ്പാറ, വാളയാർ പ്രദേശങ്ങളിലേക്ക് ജലസേചനം ചെയ്യുന്നതിനായിരുന്നു. എന്നാൽ പുതുക്കിയ പദ്ധതി അനുസരിച്ച് ഇതിലെ ഒരു തുള്ളി വെള്ളം പോലും ഇവിടങ്ങളിലേക്ക് ലഭിക്കാറില്ല എന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്തുത പദ്ധതി കൊഴിഞ്ഞാമ്പാറ ഫർക്കയ്ക്ക് വേണ്ടി അടക്കം പറഞ്ഞ് കബളിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി ബേസിനിലൂടെ ഒഴുകിപ്പോകുന്ന ആ വെള്ളം ഇവിടെയുള്ളവർക്ക് അവകാശപ്പെടാനും കഴിയില്ല. ചിറ്റൂർ പുഴ ജലസേചന അധികാരികളുടെ തികഞ്ഞ അനാസ്ഥയും അധികാര ദുർവിനിയോഗവും കാരണം ഇപ്പോഴും വിലപിടിച്ച ജലസമ്പത്ത് പാഴായി പോവുകയാണ്. സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട ലക്ഷങ്ങളാണ് ഇല്ലാതാകുന്നത് എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. RBC കനാലുമായും തമിഴ്നാട് അതിർത്തി പ്രദേശ പഞ്ചായത്തുകൾക്ക് അർഹതപ്പെട്ട ജലം ലഭ്യമാക്കാൻ പദ്ധതി രൂപീകരിച്ചെങ്കിലും അതിലും വെള്ളം കലർത്തി രഹസ്യമായി ചില ജനപ്രതിനിധികൾ പ്രസ്തുത പഞ്ചായത്തുകളെ വഞ്ചിച്ചതായും ആരോപണം വലിയ തോതിൽ ഉയർന്നിരുന്നു. അതിനാൽ ഈ 3 പഞ്ചായത്തും സ്ഥിരമായി നൽകിയിരുന്ന പിന്തുണയിൽ വിള്ളൽ വീഴുകയും ആ ജനപ്രതിനിധികളെ തോൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കർഷകർ പറയുന്നത്. ജനപ്രതിനിധി വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് ആരോപണം. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന ആളാണ് നിലവിലെ വൈദ്യുതി മന്ത്രിയായ K. കൃഷ്ണൻകുട്ടിയെന്ന് ജനങ്ങൾ സമ്മതിക്കുന്നു. തമിഴ്നാട്ടിലെ ഏരികളും കുളങ്ങളും ഡാമുകളും നിറച്ച ശേഷം വെള്ളം സ്റ്റോക്ക് ഇല്ലെന്ന് കാണിച്ചാണ് കേരളത്തെ കബളിപ്പിച്ചു വരുന്നതെന്നും ആരോപണം നിലനിൽക്കുകയാണ്. തമിഴ്നാടും കേരളവും തമ്മിൽ പറമ്പിക്കുളം ആളിയാർ കരാർ സ്ഥിരമായി ലംഘനം നടത്തി വരുന്നതായി ആ കാലാകാലമായി 2 സർക്കാരുകളും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്ന് നടത്തി വരികയാണ്. മാറി മാറി വരുന്ന 2 സംസ്ഥാനങ്ങളിലെയും ജലസേചന വകുപ്പ് മന്ത്രിമാർ സർക്കാരുകളും ചേർന്ന് പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് നടത്തി വരുന്നതായി വ്യാപകമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. അതിന് കേരളത്തിലെ പല ജലസേചന വകുപ്പ് മന്ത്രിമാരുടെ പേരിലും ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതാണ്. കേരളത്തിലെ കർഷകരും ജനങ്ങളും ഇതിനെതിരെ പ്രതിഷേധിച്ചതുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ ചിറ്റൂരിലെ പല ഭാഗങ്ങൾ ഉൾപ്പെട്ട് ജലസേചന വകുപ്പിന്റെ വാട്ടർ റിസോഴ്സ് ഓഫ് കേരള 1958 ചാപ്റ്റർ 30 ആൻഡ് വാട്ടർ റിസോഴ്സ് ഓഫ് കേരള 1974 ചാപ്റ്റർ എന്നീ പുസ്തകങ്ങളിൽ
ഇതെല്ലാം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 1970 കരാറും തുടർന്ന് രണ്ടു സംസ്ഥാനങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് വിധേയമായാണ് എല്ലാം മാറി മറിഞ്ഞതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു.